ഹലോ നമസ്കാരം. അങ്ങനെ നമ്മുടെ വ്ലോഗിലോട്ട് സ്വാഗതം. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ട്രിപ്പ്. അതും ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ. 4 ദിവസത്തെ ട്രിപ്പ്. പക്ഷെ 2 ദിവസം, ആദ്യത്തെ ദിവസവും അവസാനത്തെ ദിവസവും ഫ്ലൈറ്റിൽ തന്നെ നഷ്ടപ്പെടും. ദുബായ് ടു മലേഷ്യ 7 മണിക്കൂറാണ് ഫ്ലൈയിങ് ടൈം. അപ്പോൾ ഇവിടുന്ന് രാവിലെ 10:45 ഫ്ലൈറ്റ്. അവിടെ എത്തുമ്പോൾ അവിടുത്തെ മലേഷ്യയിൽ 10:20 ആവും. പക്ഷെ മലേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ദുബായി ആയിട്ട് 4 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട് ടൈമിൽ. അപ്പോൾ ഹെഡാണ് അവിടെ. ചൂട് സമയമാണ്, അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. പിന്നെ നന്ദുവിൻ്റെ 9th ആനുവൽ എക്സാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പഠിച്ചിങ്ങനെ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ചേട്ടൻ പറഞ്ഞത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ കുഞ്ഞു ട്രിപ്പ് കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് 380 380 ബിസിനസ് ക്ലാസ്സിൽ. ഞങ്ങൾ രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ്. ആദ്യം 380 പോയത് സ്കോട്ട്ലൻഡ് ട്രിപ്പിലാണ്. ബിസിനസ് ക്ലാസ്സിലോട്ട് പോയി. അതിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പുതിയ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. ഇത് കുറച്ച് പഴയ ഫ്ലൈറ്റാണ്, എന്നാലും കുഴപ്പമില്ല. പ്ലെയിനിൽ കയറുമ്പോഴേക്കും ബുക്ക് വായിക്കാൻ തുടങ്ങി. എന്താ എന്തിനൊന്ന് പ്ലെയിനിൽ കയറി ബുക്ക് വായിക്കാനാ? ഫാമിലി ടൈമാണ്. ഫാമിലി ടൈം ഞാൻ വേറെ പൊട്ട ഉദ്ദേശമല്ല, സംസാരിക്കാനുള്ള സമയമാണ്. മനസ്സിലായി? സംസാരിക്കും. കഥ പറഞ്ഞിരുന്നു കൊച്ചു ബാവേ. ഞാൻ ചേട്ടൻ കുറച്ചു നേരം ബുക്കൊക്കെ ഇരുന്ന് വായിച്ച് അതിന് ശേഷം ഞങ്ങള് ബാറിന്റെ ഏരിയയിലോട്ട് പോയി കുറച്ചു നേരം അവിടെ ഇരുന്ന്. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു വെർജിൻ മൊഹിത്തോ ഓർഡർ ചെയ്തു. ചേട്ടൻ എന്തോ സാധനം ഓർഡർ ചെയ്തു. ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കപ്പലണ്ടിയൊക്കെ കഴിച്ച് 2 സിനിമയൊക്കെ കണ്ടു. അപ്പോഴേക്കിനും ഫുഡ് വന്നു. ഞാനൊരു ടൊമാറ്റോ സൂപ്പ് ഓർഡർ ചെയ്തു. ചേട്ടൻ സാൽമനോ അങ്ങനെ എന്തോ കഴിച്ചു. അവയും നന്നും കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. അവിടുത്തെ 10:20 ആയപ്പോഴേക്കിനും ഞങ്ങൾ മലേഷ്യയിൽ ലാൻഡ് ചെയ്തു. അപ്പം 4 പേർക്ക് സിമ്മൊക്കെ വാങ്ങിച്ച് അപ്പോൾ തന്നെ സിം ആക്ടിവേറ്റ് ചെയ്തു. ദുബായിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വാട്സപ്പ് കോൾ ഇല്ല എന്നുള്ളതാണ്. അവിടെ ചെന്നപ്പോൾ സമാധാനമായി. ഇനിയിപ്പോൾ വാട്സപ്പിൽ ആര് വേണമെങ്കിലും വിളിക്കാന്നുള്ള സന്തോഷം. പിന്നെ ചേട്ടൻ ഊബർ ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മളെ വെള്ള വണ്ടി വന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വണ്ടി. ഉള്ളിലിരിക്കാൻ നല്ല സുഖമായിരുന്നു. അങ്ങനെ നമ്മളെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലോട്ട് 1 മണിക്കൂറാണ് ജേണി. ആസ് യൂഷ്വൽ നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് പിള്ളേർ വണ്ടിയിൽ കയറി അപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പുൾമാൻ ഹോട്ടലെത്തി. അപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൂം സർവീസ് ഒന്നുമില്ല. പിന്നെ സിറ്റിയിൽ നടുക്കായതുകൊണ്ട് നന്നായിരുന്നു. എല്ലായിടത്തേക്കും പോകാനും വരാനൊക്കെ എളുപ്പമായിരുന്നു. പിന്നെ ടാക്സിക്ക് കമ്പാരിറ്റീവ്ലി ഫെയർ കുറവായതുകൊണ്ട് നമ്മൾ കൂടുതലും യാത്രകൾ ടാക്സിയിലായിരുന്നു. പക്ഷെ നല്ല 2 വലിയ ബെഡ്റൂമും ഹാളും കിച്ചണൊക്കെ ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റ്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഞാൻ പറഞ്ഞു രാത്രിയാണ് ഇനി പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു പകൽ മുഴുവനും പ്ലെയിനിൽ വെറുതെ ഇരിക്കുകയായിരുന്നില്ലേ, അപ്പോൾ നമ്മൾക്കൊന്ന് കറങ്ങിയിട്ട് വരാം, സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്ട്രീറ്റിലോട്ട് ഇറങ്ങി. ഫുഡ് മാർക്കറ്റിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, എന്നെ എതിരേറ്റത് ഡൂറിയാൻ്റെ ആ വാസനയൊക്കെ ആയിരുന്നു. പിന്നെ ഈ എന്താ പറയുക, ഒരു നോൺ വെജിൻ്റെയൊക്കെ ഉളുമ്പ് പണില്ലേ, അത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഈവൻ തായ്ലൻഡിൽ പോയപ്പോഴാണെങ്കിലും ഹോങ്കോങ്ങിൽ പോയപ്പോഴാണെങ്കിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്കത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈവൻ വെജിറ്റേറിയൻ ഫുഡ് ഓർഡർ ചെയ്താൽ പോലും നമുക്ക് അപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാർ കഴിക്കുന്നതിൻ്റെയൊക്കെ ഒരു മണം വരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ബക്കറ്റിൽ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ അവിടെ നിന്ന് അപ്പം തന്നെ എടുത്ത് ഫ്രൈ ചെയ്ത് തരലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം കൂടി കണ്ടപ്പോൾ ഈ ഒക്ടോപ്പസും അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി എനിക്ക് മനസ്സിൽ പിടിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആസ് യൂഷ്വൽ എനിക്ക് ഫുഡ് വേണ്ട, ഞാൻ ഇവിടുന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ അതാരണം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പാവ മനുഷ്യൻ. അതെല്ലാ പ്രാവശ്യം അനുഭവിക്കാറുള്ളതാണ്. ഞങ്ങൾ കൂടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ലോക്കൽ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയാറുണ്ട് പുള്ളിയുടെ അടുത്ത് ഞാൻ കഴിച്ചോളാൻ പറയും. പക്ഷേ പുള്ളി ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് കാരണം കഴിക്കാറില്ല. പക്ഷേ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഇതേപോലെ തന്നെ ഇങ്ങനത്തെ മണമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റാത്തതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ നമ്മളെന്നാലും ഒന്ന് ജസ്റ്റ് അതിൽ കൂടെ ഒക്കെ നടന്ന് എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് പേര് അവിടെ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കടം ഭംഗിയുള്ള ഫ്രൂട്ട്സൊക്കെ കണ്ടപ്പോൾ കുറച്ച് വാങ്ങിച്ചു കയ്യിൽ പിടിച്ചു. പക്ഷേ പിള്ളേർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. കാരണം അവർ കാര്യമായിട്ട് പ്ലെയിനിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പോണ വഴിയിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ട് ഞങ്ങൾ ദോശ ഓർഡർ ചെയ്തു. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ദോശ ഒന്നല്ല വന്നത്. എന്നാൽ പോലും വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് അത് കഴിച്ചു അഡ്ജസ്റ്റ് ചെയ്തു. TG ബിസ്ട്രോയിൽ പുലർച്ചെ 2 മണിയാവാറായപ്പോൾ ആത്തു മസാല ദോശ കഴിക്കാൻ മതി. TG ബിസ്ട്രോ മലേഷ്യയിലെ എന്തൊട്ടാണ് ജലാനലോർ ഫുഡ് സ്ട്രീറ്റിൻ്റെ ഒരു മൂലയിൽ വീണ മസാല ദോശ. അങ്ങനെ 3-3:15 ആയപ്പോൾ റൂമിലെത്തി കിടന്നുറങ്ങി. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന അന്നത്തെ ദിവസം രാവിലെ 7 മണിക്ക് കഴിഞ്ഞിട്ട് സിറ്റി എക്സ്പ്ലോർ ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ആ ഒരു ടയർഡ്നെസ് ഒക്കെ കണ്ടപ്പോൾ ചേട്ടൻ പ്ലാൻ മാറ്റി.
അങ്ങനെ ചേട്ടൻ പറഞ്ഞു നമുക്ക് ആദ്യം ശരവണ ഭവനിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഊബർ ബുക്ക് ചെയ്ത് നമുക്ക് ഹൈലാൻഡ്സിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ഹൈലാൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഊട്ടി പോലെ മൂന്നാർ പോലത്തെ ഒരു സ്ഥലമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസമായിരുന്നത്. അപ്പോൾ ശരി, ഞങ്ങൾ അങ്ങനെ വിളിച്ച് റെഡിയായി നേരെ തന്നെ ടാക്സി കയറി എവിടെ പോയി, ശരവണ ഭവനിൽ പോയി. അപ്പോൾ അതൊരു ഫുഡ് കോർട്ടിലായിരുന്നു. ഫുഡ് കോർട്ടിലെ ശരവണ ഭവനായിരുന്നു. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ദോശ കഴിച്ചപ്പോൾ സമാധാനമായി, നന്ദുവിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വിടർന്നു. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. ശരവണ ഭവൻ ഉള്ളത് ഫുഡ് കോർട്ടിലാന്ന് പറഞ്ഞില്ല. ആ ഫുഡ് കോർട്ട് ഈ പെട്രോണസ് ടവറിൻ്റെ ഉള്ളിലാണ്. പെട്രോണസ് ടവർ എന്ന് പറയുന്നത് മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. നമ്മൾ ദുബായിലുള്ള ബുർജ് ഖലീഫ അല്ലെങ്കിൽ ബുർജ് അൽ അറബ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഫേമസ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പിയായി പുറത്ത് വന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ ജാൻചേട്ടൻ ഊബർ ബുക്ക് ചെയ്തു. ഊബർ വരാൻ കുറേ സമയം എടുത്തു. കാരണം നമ്മൾ ഹൈലാൻഡ്സിലേക്കാണ് ഊബർ ബുക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സിറ്റിയിൽ നിന്ന് ഹൈലാൻഡ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ ജേണിയാണ്. അപ്പോൾ വന്നത് ഒരു തമിഴ് ലേഡിയാണ്. നല്ലൊരു സ്ത്രീ ആയിരുന്നു കേട്ടോ, നല്ലോണം വർത്താനൊക്കെ പറഞ്ഞു, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലേഡി. അപ്പോൾ അവർ ആദ്യത്തെ ലോങ് ട്രിപ്പ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ 3 മണിക്കൂർ ജേണി സ്റ്റാർട്ട് ചെയ്തു. എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യയിൽ പോയിട്ട് കൂടുതലും സമയം സ്പെൻഡ് ചെയ്തത് പ്ലെയിനിലും കാറിൽ തന്നെയായിരുന്നു കേട്ടോ. നടത്തം കുറവായിരുന്നു. പിന്നെ ഈ ചൂടായതുകൊണ്ട് പിള്ളേർക്ക് വലിയ കാര്യമായിട്ട് നടക്കാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങും, കുറച്ച് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. അതിനുശേഷം ഉച്ചയ്ക്കൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. പിന്നെ വല്ല ഷോപ്പിംഗ് മോളിലൊക്കെ വന്നാലേ കാര്യമുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു 3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം കാമറൂൺ ഹൈലാൻഡ്സിലെ ഹോബിറ്റൂൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. ഹോബിറ്റൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ ലോർഡ് ഓഫ് ദ റിങ്സ് മൂവി കണ്ടിട്ടില്ലേ, അതിലത്തെ ഹോബിറ്റ്സിൻ്റെ ഹൗസ് ഇല്ലേ, അതുപോലെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം. കൊച്ചു ഹൗസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ള നല്ല സീനിക് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെ ഉള്ളൊരു കൊച്ചു സ്ഥലം. പക്ഷെ നന്നായി അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അതിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ നന്നായിരുന്നു. പക്ഷെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ഒരു 20 മിനിറ്റ് കാണാനുള്ള കാഴ്ചകളൊക്കെ ഉള്ളൂ. പക്ഷേ കുറേ പേര് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആവശ്യമായിരുന്ന് വർത്താനം പറഞ്ഞ് ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് അങ്ങനെ നടന്നു പോരുന്നവരുണ്ട്. പക്ഷെ നമ്മൾ പിന്നെ പെട്ടെന്ന് നടന്നു. പിന്നെ മാത്രമല്ല, എനിക്ക് പേടിയുണ്ടായിരുന്നു ഈ മുകളിലോട്ട് സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ കാലിന് വേദന വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല വേറൊരു പ്രശ്നം, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ തന്നെ ശരവണ ഭവനിൽ പോയിട്ട് നല്ല അടിപൊളി മസാല ദോശയൊക്കെ കഴിച്ച് വയറ് നിറച്ചിട്ടാണ് വണ്ടിയിൽ കയറിയിരുന്നത്. പക്ഷേ 3 മണിക്കൂർ ജേണിയിൽ ഉറങ്ങി എണീറ്റപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല, മഴ ചാറാൻ തുടങ്ങി. അപ്പോൾ പിന്നെ സ്പീഡ് കൂട്ടി ഒന്ന് മൊത്തത്തിൽ പെട്ടെന്ന് കവർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ വന്ന ഊബർ ഡ്രൈവർ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. കാരണം പുള്ളിക്കാർക്ക് തിരിച്ച് പോകുമ്പോൾ കാലിയിട്ട് പോകണമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ ശരി, നമ്മൾക്കും അതന്നെ നന്നായി തോന്നി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം കാറിൽ കയറി അവിടെ നിന്ന് 1 മണിക്കൂർ മുന്നിലോട്ട് പോയി. കാണാനൊക്കെ ഏകദേശം മൂന്നാർ പോലെയൊക്കെ ഉണ്ട്. പക്ഷേ മൂന്നാറിൻ്റെ അത്ര ഭംഗിയുണ്ടെന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ മലയാളികൾക്ക് മൂന്നാർ കഴിഞ്ഞിട്ട് വേറെ ഉള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മുകളിലോട്ട് പോകുന്തോറും തണുപ്പുണ്ടാവും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ചൂട് തന്നെയായിരുന്നു നീ. അപ്പോൾ നമ്മൾക്ക് മൂന്നാറിൽ പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ എന്തിനും മൂന്നാറിൽ പോകുന്നത് നല്ലൊരു തണുത്തൊരു ക്ലൈമറ്റും ആ സീനറിയൊക്കെ ആസ്വദിക്കാനാണ്. സീനറിയൊക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ തണുപ്പില്ലാത്ത കാരണം മുഴുവൻ അങ്ങോട്ട് എൻജോയ് ചെയ്യാനും പറ്റിയില്ല. അതായിരുന്നു പ്രശ്നം. പിന്നെ അവിടെ കാണാനുള്ളതെന്ന് പറഞ്ഞിട്ട് കുറേ ഫാംസ് ആയിരുന്നു. സ്ട്രോബെറി ഫാം, അതുപോലെ തന്നെ ഫ്ലവർ ഗാർഡൻ, അങ്ങനെയൊക്കെ. പക്ഷേ നമ്മൾ ഊട്ടിയിൽ പോണ പോലെ ഇങ്ങനെ ഓപ്പൺ അല്ല, അത് അവർ കവേർഡ് സംഭവങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ഫുൾ വെള്ള ഷീറ്റ്സിൻ്റെ ഉള്ളിലാണ് സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പോകാൻ തോന്നിയില്ല. അതിപ്പോൾ നമ്മൾ ഇവിടേക്ക് ദുബായിലും എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ 1 മണിക്കൂർ മുന്നോട്ട് പോയപ്പോൾ ടൗൺ ഏരിയ വന്നു. അവിടെ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ വണ്ടി കയറി. അങ്ങനെ അവിടെ നിന്ന് പിന്നെ പോയതാണ് ഒരു ബുദ്ധ ടെമ്പിൾ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നന്ദു പറയായിരുന്നു, അമ്മ എനിക്ക് ഇങ്ങനത്തെ അമ്പലങ്ങൾ പോകാനും ഇഷ്ടം, നാട്ടിലെ പോലെ തിരക്കുള്ള അമ്പലങ്ങൾ പോകാൻ എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നമുക്ക് ഇനി ബുദ്ധ ടെമ്പിൾ പോകുമ്പോൾ നിന്നെ കൊണ്ടുപോകാം. പുള്ളിക്ക് ഭയങ്കര അവിടുത്തെ ശാന്തത ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഭയങ്കര ഒരു പീസ്ഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് രസമായി തോന്നിയത് ഇങ്ങനെ ഗ്ലാസ്സിൽ നിറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തിരി ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുറേ ഇങ്ങനെ ഒരു ട്രേയിൽ ഇങ്ങനെ തിരികൾ ഓൾറെഡി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വഴിപാട് നോക്കിയപ്പോൾ ഓൾറെഡി നമ്മൾ അപ്പുറത്ത് നോക്കിയപ്പോൾ ഇതേപോലെ ഗ്ലാസ്സിൽ കത്തിക്കാത്ത തിരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരെണ്ണം എടുത്ത് നമ്മൾ കത്തിച്ച് ഞാൻ കൊണ്ടുവച്ചു. നമ്മുടെ നാട്ടിലെ വഴിപാട് പോലെ ഇവിടുത്തെ ഒരു വഴിപാടായിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ചു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. ഞാൻ ഒന്ന് തിരിച്ച് മലേഷ്യ സിറ്റി എത്താറായപ്പോഴാണ് ഞാൻ എണീറ്റത്. അപ്പോഴേക്കിനും സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസത്തിൻ്റെ 3/4 ഭാഗം അങ്ങനെ കഴിഞ്ഞു. ഞങ്ങളൊരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കിനും ഹൈലാൻഡ്സിൽ നിന്ന് നമ്മൾ സിറ്റിയിലെത്തി. പിന്നെ ഞങ്ങൾ പോയത് സെൻട്രൽ മാർക്കറ്റിലോട്ടാണ്.
ചെറുതായിട്ടൊന്ന് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ്. ജാൻചേട്ടനും നന്ദുവിനും 2-3 ഒരേപോലുള്ള ആനയുടെ പല പല ഒരേ കളറുള്ള 2-3 ഷർട്ടൊക്കെ എടുത്തിരുന്നു. എൻ്റെ ഭർത്താവിന് അങ്ങനെയാണ്. എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സെയിം തന്നെ 3 എണ്ണൊക്കെ എടുക്കും. ഞാൻ പറയും അത് ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ ഒന്നാണെന്നല്ലേ തോന്നുള്ളൂ. അപ്പോൾ എന്നോട് പറയും ആൾക്കാരെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കെന്താ, എനിക്ക് ഇഷ്ടപ്പെട്ടത് തൊട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് ഞാൻ വാങ്ങിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ആനയുടെ സെയിം ഒരേ ഓറഞ്ച് കളറുള്ള 2 ഷർട്ട് എടുത്തു. എൻ്റെ മോന് പിന്നെ ഞാൻ ഇത് സെലക്ട് ചെയ്ത കാരണം 2 കളറിലുള്ളതാണ് ഞാൻ എടുത്തത്. പിന്നെ അവയ്ക്കൊന്നും കിട്ടിയില്ല. എനിക്ക് ഞാൻ എന്ത് വാങ്ങിച്ചു, ഒരു സ്കേർട്ട് വാങ്ങിച്ചു, ഒരു ഉടുപ്പ് വാങ്ങിച്ചു. അങ്ങനെ 3-4 ഐറ്റംസൊക്കെ കിട്ടി. അപ്പോഴേക്കിന് അത്യാവശ്യം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിശക്കാൻ തുടങ്ങി. ശരി, ഞാൻ പറഞ്ഞു സ്ട്രീറ്റ് ഫുഡൊന്നും വേണ്ട, ആസ് യൂഷ്വൽ നമുക്ക് എവിടെയെങ്കിലും സമാധാനമായിട്ടൊരു നല്ല റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് പറഞ്ഞു. ജാൻചേട്ടൻ അങ്ങനെ സെർച്ച് ചെയ്ത് ഏതോ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ആംബിയൻസൊക്കെ നല്ലതായിരുന്നു, ഫുഡ് ഓക്കെ ആയിരുന്നു, ബ്ലാൻഡ് ഫുഡായിരുന്നു. നമുക്ക് പറഞ്ഞിട്ട് അവർ കുറ്റം പറയാൻ പറ്റില്ല, നമ്മൾ ചൂസ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ്. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇൻസ്റ്റഗ്രാമബിൾ പ്ലേസിലോട്ടായിരുന്നു. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം. ഒരു ചെറിയൊരു സ്ഥലമാണ് കേട്ടോ പറയുമ്പോൾ. പിന്നെ അവിടുത്തെ ലൈറ്റിങ്ങും പിന്നെ ചുമരിൽ കുറേ ഗ്രഫിറ്റി, അതുപോലെ തന്നെ കുറേ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ലൈറ്റിങ് പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊച്ചു പ്ലേസ്. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ ചെറിയ പിള്ളേരൊക്കെ വന്ന് ഫോട്ടോസൊക്കെ പല ആംഗിളിൽ എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ മെയിനായിട്ടുള്ള റീൽസ് ഇടാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് കുറേ പേര് ഷൂട്ട് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ പിന്നെ അവിക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മളെടുത്തു. ഞാനും വിട്ടുകൊടുത്തില്ല, എന്നെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നന്ദുവിന് പിന്നെ ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത കാര്യം പുള്ളി മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ പതുക്കെ ടാക്സിക്ക് വിളിച്ച് നേരെ വീട്ടിലോട്ട്, അതായത് ഹോട്ടലിലോട്ട് പോയി. അപ്പോൾ രാവിലെ തന്നെ ആസ് യൂഷ്വൽ ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലെത്തി. ഇത്തവണ എത്തിയിരിക്കുന്നത് MTRലാണ് കേട്ടോ. MTRൽ ബെന്നെ ദോശ കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവി എത്തിയിരിക്കുന്നത്. അപ്പോൾ നന്ദുവിന് ആസ് യൂഷ്വൽ ഗീ റോസ്റ്റും ജാനും അവിയും ബെന്നെ ദോശയും ഞാൻ ഒരു മസാല ദോശയും ഓർഡർ ചെയ്തു. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ദോശയൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇന്ന് യാത്ര പോകുന്നത് നമ്മുടെ ബത്തു കേവിലോട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും മലേഷ്യ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു രൂപയില്ലേ, നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു വലിയ സ്റ്റാച്യു, ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. 272 സ്റ്റെപ്സ് ഒന്ന് മുകളിലോട്ട് കയറണം. രാവിലെ തന്നെ മുട്ടുവേദന വരാതിരിക്കാൻ വേണ്ടി മുട്ടിന് സപ്പോർട്ട് ചെയ്യാനുള്ള നീ സപ്പോർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ചൂടായി വരുന്നേ ഉള്ളൂ. ചൂടുണ്ട്. ഞങ്ങൾ ആ ചെന്ന സമയത്ത് ചൂട് അത്ര ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മുകളിലോട്ട് കയറി തുടങ്ങിയുമ്പോൾ ചൂട് കൂടാൻ തുടങ്ങി. നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിലോട്ട് പോയി. പിന്നെ അവിടെ പല പല കേവ്സിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, നമ്മൾ മെയിൻ കേവിലോട്ട് തന്നെയാണ് പോയത്. അപ്പോൾ ഒരു നല്ല ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ മലയാളിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ എനിക്കൊരു ചെറിയ പണക്കുണ്ട് ജാൻഡോഷിയുടെ അടുത്ത്. പിന്നെ നിറയെ കുരങ്ങന്മാർ. അപ്പോൾ കുരങ്ങന്മാരുള്ളപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ ഈ സ്റ്റെപ്സൊക്കെ കയറുന്ന സമയത്ത് ബാക്കിൽ കുരങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, കാലിടറി വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ പിടിച്ച് പറിച്ച് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീതി കുറവാണ്. വീതി കുറവായതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ആ സൈഡിൽ കൂടെ ഒന്ന് കയറിയാൽ മതി. എപ്പോഴും സപ്പോർട്ടോട് കൂടി കയറുക. എന്നാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല നമ്മൾ സ്റ്റെപ്സ് കയറുന്നതിനിടയ്ക്ക് കുറേ മലയാളി ഫാമിലിനെ പരിചയപ്പെട്ടു. അവർ നമ്മുടെ അടുത്ത് ഓടി വന്നു. ദുബായിലുണ്ടായിരുന്ന കുറച്ച് പേരെ കണ്ടു. ദുബായിലുണ്ടായിരുന്നു ഇതുവരെ കാണാൻ പറ്റിയില്ല, പക്ഷേ മലേഷ്യയിൽ വെച്ച് കാണാനല്ലേ യോഗ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. സന്തോഷം തോന്നി. അങ്ങനെ ജാനും നന്ദും വേഗം തന്നെ മുന്നിലോട്ടെത്തി. ഞാനും അവ പതുക്കെ അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി അവസാനം മേലെത്തി. അങ്ങനെ മേലെത്തിയപ്പോഴേക്കിനും ഒരു പരുവായി. വയർത്ത് കുളിച്ച് മുഖം ചോന്ന് എന്തായാലും. അപ്പോൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു. അവിടെ ചെറിയ അമ്പലമൊക്കെ ഉണ്ട് ഉള്ളിൽ. അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും ഞങ്ങൾ പോയില്ല. അവിടെ കുറച്ച് നേരം അവിടെ ബെഞ്ചിലിരുന്ന് ഒരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങി. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ. കയറുന്ന ബുദ്ധിമുട്ട് എന്തായാലും ഇറങ്ങാനില്ല. പക്ഷെ ഇറങ്ങുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അത് പിന്നെ ഈ പറഞ്ഞ പോലെ തിരിച്ചിറങ്ങുമ്പോഴും ഈ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു സ്റ്റെപ്സിൻ്റെ അടുത്തും കൈവരിയിലൊക്കെ. അവരുടെ കയ്യിൽ തേങ്ങാമുറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും വന്നില്ല. അങ്ങനെ ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങി കുറച്ച് നേരം നടന്നപ്പോൾ അവിടെ കരിക്ക് വിൽക്കുന്നത് കണ്ടു. അപ്പോൾ കരിക്ക് കുടിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ 2 കരിക്ക് ഓർഡർ ചെയ്തു. കരിക്ക് വെട്ടിയിരിക്കുന്ന രീതി നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുളിക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴമ്പുണ്ടെങ്കിൽ അത് എടുക്കാനും എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ പറയണ്ടായിരുന്നു നമ്മളിങ്ങനത്തെ നമ്മുടെ നാട്ടിലിങ്ങനെ വെട്ടുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തായാലും കരിക്കൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ ടാക്സി പിടിച്ച് വേറൊരു സ്ഥലത്തോട്ട് പോയി. ആ സ്ഥലത്തിൻ്റെ പേരാണ് എന്താണ്, തമാൻ തുഗു ഹൈക്ക് ട്രെയിൽസ്.
വായിക്കൊള്ളുന്ന പേരൊന്നുമല്ല. അതൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്താണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് ഹൈക്കിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് കാട്ടിക്കൂടെ നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വലിച്ചുകൊണ്ട് പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ മൂത്തപുത്രൻ സമരം പ്രഖ്യാപിച്ചു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. ഓക്കെ ഫൈൻ. പിന്നെ നന്ദുവിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കാട്ടിക്കൂടെ മേട്ടിക്കൂടെ ഒക്കെ നടക്കാനൊക്കെ. അപ്പോൾ പിന്നെ എനിക്കും ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ നടന്നു. പക്ഷേ പോകുന്ന വഴി എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ബോർഡുകൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല. ജാൻ ചേട്ടൻ പറഞ്ഞു ഈ പാമ്പുണ്ട്, ഇവിടെ പാമ്പുണ്ട്, കുരങ്ങുണ്ട്, ഒക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇത് മാറി. സന്തോഷമായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ടെൻഷൻ വരാൻ തുടങ്ങി. എനിക്ക് പാമ്പിനെ ഭയങ്കര പണ്ട് തൊട്ടേ പേടിയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ദൈവമേ. അപ്പോൾ നന്ദു ആണെങ്കിൽ പുറകിലിരുന്ന് ചുമ്മാ എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാമ്പുണ്ട്, ദേ പാമ്പ്, അമ്മ ചവിട്ടാൻ പോകുന്നുണ്ട്, ദേ മേലേന്ന് പാമ്പ് വീഴുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അച്ഛനും മൗനും കൂടിയും കണ്ട് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് എന്തായി, അതൊരു ആ ഒരു നടത്തത്തിൻ്റെ സുഖം എനിക്ക് കിട്ടിയില്ല. 1.5 കിലോമീറ്റർ ആയപ്പോഴേക്കും പിന്നെ ഞാൻ പറഞ്ഞു മതി നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അതിനുശേഷം ഞങ്ങൾ ടാക്സി വിളിച്ച് ഭക്ഷണം കഴിക്കാൻ പോയി. ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, നടത്തം, ടാക്സി, സ്ഥലത്ത് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ ടാക്സിയിലായിരുന്നു ജേണി. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടാക്സി ഇല്ല, ബസ്സിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും നമ്മളെവിടെ പോകുന്നു അതിനനുസരിച്ച് നമ്മൾ ട്രാവൽ ചെയ്യും. ഞങ്ങൾ അവിടെ നിന്ന് നേരെ എത്തിയത് 1947 എന്നുള്ളൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു. ഞങ്ങൾ അതിന് മുമ്പ് എറണാകുളത്ത് നമ്മുടെ അശ്വതിയുടെ കൂടെ പോയിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിൽ ഇവിടെ വന്നു. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം സൂപ്പറായിട്ടുള്ള ഭക്ഷണം കഴിച്ചു. അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരും മുഖത്തുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ സെൻട്രൽ മാർക്കറ്റിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അവിടുത്തെ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു, ജലാൻ പെറ്റാലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. അവിടെ ഈ പറഞ്ഞ പോലെ സെൻട്രൽ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. എന്തിനാണ് അവിടെ പോയെന്ന് വെച്ചാൽ അവിക്ക് ടാറ്റു ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് സ്ഥലത്ത് പോയാലും അവിടെ നിന്ന് ടാറ്റു ചെയ്യണമെന്നാണ് അവൻ്റെ ഒരു ഇത്. ഓക്കെ ഫൈൻ. അപ്പോൾ അനിയൻ കൂട്ടിരുന്നു, ചേട്ടനും മോനും കൂടി കണ്ടിട്ട് അവിടെ പോയി ടാറ്റുവിന് പോയി. ഞാനും ജാൻ ചേട്ടനും കൂടി തിരിച്ച് സെൻട്രൽ മാർക്കറ്റിലൊക്കെ വന്ന് കുറച്ച് കറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, നല്ല മഴ പെയ്യാൻ തുടങ്ങി. മഴ എന്ന് പറഞ്ഞാൽ അയ്യോ എന്തൊരു മഴയാ, ഭീകരമായിട്ടുള്ള മഴേനേക്കാളും കൂടുതൽ എനിക്ക് ഈ തണ്ടർ സ്റ്റോം എനിക്ക് ഭയങ്കര പേടിയാണ്. അതായത് ഇങ്ങനെ നമ്മൾ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ ഒരു ടെൻഷൻ കൂടുതലാണല്ലോ. വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ പിന്നെ പുതപ്പിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ പറ്റും. ഇത് പുറത്തായത് കൊണ്ട് ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ അവനെ വിളിച്ചപ്പോൾ ആ സമയം കൊണ്ട് ടാറ്റു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ അടുത്ത് 2 കുടയും വാങ്ങിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. ഒരു തായ് റെസ്റ്റോറൻറ്റിലാണ് പോയത്. കുറേ നാൾക്ക് ശേഷം ഒരു സൂപ്പറായിട്ടുള്ള തായ് ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും പ്രിയപ്പെട്ട നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചു. അത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നേ. ഫോട്ടോ എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നമ്മൾ എല്ലാവരും ആക്രമിച്ച് കഴിച്ചു. പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ഐസ്ക്രീം ആയിരുന്നു. അതായത് കോക്കനട്ട് ഐസ്ക്രീം. അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബാക്കിയുള്ളതൊക്കെ സൂപ്പറായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് എല്ലാവരും ഹാപ്പി ആയതിനു ശേഷം ഹോട്ടലിലോട്ട് പോയി. അങ്ങനെ 4ാമത്തെ ദിവസം രാവിലെ വന്നെത്തി. ഇന്നത്തെ ദിവസമാണ് നമ്മൾ തിരിച്ച് ദുബായിലേക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് പുറത്ത് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നേരെ എത്തിയത് ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ പോയൊരു ഫീലിംഗ് ആണ്. എല്ലാം തമിഴ്നാട്ടിൽ കാണുന്ന എല്ലാ കടകളും ഉണ്ടാവും. അവിടുത്തെ ശരവണ ഭവനിലാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം വീഡിയോ കണ്ടപ്പോൾ വിചാരിക്കണം ഇവർ എന്തിന് മലേഷ്യയിൽ പോയത്. സത്യം പറഞ്ഞാൽ ശരവണ ഭവനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മലേഷ്യയിൽ പോയെന്ന് കുറേ പേർക്ക് സംശയം ഉണ്ടാവില്ലേ. സത്യം പറഞ്ഞാൽ അത് തന്നെ സംഭവിച്ചത്. രാവിലെ എനിക്ക് ഒന്നില്ലെങ്കിൽ ശരവണ ഭവൻ, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ MTR എവിടെയെങ്കിലും ഒരു വെജിറ്റേറിയൻ ഫുഡ് അന്വേഷിക്കുക, പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതിന് ശേഷമാണ് നമുക്ക് ബാക്കി കാര്യമുള്ളൂ. കാരണം അതങ്ങനെ ശീലമായിപ്പോയി. അത് ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇല്ലാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഇത് 2 ദിവസത്തിന് വേണ്ടി മാത്രം പോയതുകൊണ്ട് ഞാൻ സാധാരണ കൊണ്ടുപോകുന്ന അരിയോ സംഭവങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് പെട്ടുപോയത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് പോകുമ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ കയ്യിൽ കൊണ്ടുപോകുന്നുണ്ട്. വീട്ടിൽ കുക്കിംഗ് കഴിഞ്ഞിട്ട്, ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അതെന്തായാലും നോക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ ഇവിടെ നമ്മൾ നോർമൽ മസാല ദോശയും സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് സൂപ്പറായിരുന്നു. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ലിറ്റിൽ ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പുറത്തോട്ടൊക്കെ ഒന്ന് നടന്ന് അതിനുശേഷം നമ്മൾ വണ്ടി വിളിച്ചിട്ട് അടുത്തൊരു ബുദ്ധ ടെമ്പിളിലോട്ട് പോയി. ഈ അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നന്ദു പറഞ്ഞ മറ്റേ അമ്പലം പോലെയല്ല, ഇവിടെ നിറയെ കല്യാണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയ ദിവസം. അപ്പോൾ നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങിയ വധൂവരന്മാരെയും അവരുടെ ബന്ധുക്കളെയും ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നല്ല കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. അപ്പോൾ അവിടെ വെച്ചിട്ടും കുറേ മലയാളി ഫാമിലീനെ കണ്ടു, സംസാരിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു. അതൊരു സന്തോഷം. അങ്ങനെ ഫോർച്യൂൺ ടെല്ലർ സ്റ്റിക്സിന്ന് നമ്മളെടുത്തു. അപ്പോൾ ഇങ്ങനെ കുറേ സ്റ്റിക്സ് ഒരുമിച്ച് നിന്നിട്ട് ഇങ്ങനെ താഴോട്ടിടുമ്പോൾ മുകളിലോട്ട് ഏറ്റവും നിൽക്കുന്ന സ്റ്റിക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ഒരു വിശ്വാസം. അതിങ്ങനെ വായിച്ചു. ചേട്ടനെടുത്തു, ഞാനും എടുത്തു. കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും സന്തോഷം തോന്നി.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ തന്നെ അവിടെ നിന്ന് തിരിച്ചു വിട്ടോ, കാരണം അന്ന് തിരിച്ച് പോകേണ്ടതല്ലേ. റെഡിയായി പാക്ക് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. 2 മണിയാകുമ്പോഴേക്കും ടാക്സി വരും. അപ്പോൾ ഞങ്ങൾ അത് കാരണം അവിടെ നിന്ന് നേരെ ഹോട്ടലിലോട്ട് വിട്ടു. അങ്ങനെ 2 മണിയാകുമ്പോഴേക്കിനും ഞങ്ങൾ റെഡിയായി താഴെ വന്നു. നമ്മൾ വന്ന പോലെ തന്നെയുള്ള കാർ തന്നെ ചേട്ടൻ ബുക്ക് ചെയ്തു. ഇത് കറുപ്പാന്ന് മാത്രം, വന്നത് വെള്ളക്കാറിലായിരുന്നു. ലൂസിഫർ പോലെ ആണോ? വന്നത് വെള്ളയിട്ടിട്ട് പോകുന്നത് കറുപ്പിട്ടിട്ട്. ഓ, ചേട്ടൻ്റെ ഡയലോഗ് കേട്ടല്ലോ നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി, ചെക്ക് ഇൻ ചെയ്തു, ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്ത് പിന്നെ നേരെ ആസ് യൂഷ്വൽ ഫുഡ് കോർട്ടിലോട്ട് പോയി. ഞാനും ചേട്ടനും വേറൊരു സ്ഥലത്തിരുന്നു. അവയും നന്ദും കൂടി കണ്ടിട്ട് ഏതായിരുന്നു ഒരു അമ്മമ്മയുടെ പേരുള്ള റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് പ്ലെയിനിൽ കയറിയിട്ട് സമാധാനമായിട്ട് കുറച്ച് നേരം, പക്ഷെ ഇപ്രാവശ്യം ഞാൻ സിനിമയൊന്നും കണ്ടില്ല, കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ജാൻചേട്ടന് നന്ദുവിൻ്റെ കൂടെ ഇരിക്കണം. നന്ദുവിനും അച്ഛനും കൂടിയിട്ട് എന്നെ പറ്റി കുറ്റം പറയണം. എന്താ ആഗ്രഹം നോക്കിയിട്ട് അതായത് എന്റെ കൂടെ ഇരിക്കേണ്ടത് ചുരുക്കം. അങ്ങനെ ഞാൻ സമ്മതിക്കുമോ? ഒരുമിച്ചിരുന്നാ മതി, പിള്ളേർ കണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഇപ്രാവശ്യം ബിസിനസ് ക്ലാസ്സിൽ ആയതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പൗച്ച് കിട്ടി. ലേഡീസിന് സെപ്പറേറ്റ് പൗച്ചും അതുപോലെ തന്നെ ജെൻസിന് സെപ്പറേറ്റ് വരുന്നേ. അപ്പോൾ ഞാൻ തുറന്നു നോക്കി, നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. അത് ഞാൻ ഇപ്പോഴും വീട്ടിലിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജാൻചേട്ടനും അവിക്കും നന്ദുവിനും കിട്ടിയത് ഒരെണ്ണം മാത്രം തുറന്നിട്ടുള്ളൂ, ബാക്കി അങ്ങനെ ഇരിപ്പുണ്ട്, ആർക്കെങ്കിലും കൊടുക്കണം. അങ്ങനെ സുഖകരമായ ഒരു യാത്രയായിരുന്നു. 2 ദിവസം പോയതറിഞ്ഞില്ല. ഇനി ഇത് ഞങ്ങൾ അടുത്ത യാത്ര എവിടേക്കാണ് ജാൻചേട്ടാ? ഹോങ്കോങ്. അപ്പോൾ നമുക്ക് ഹോങ്കോങ്ങിൽ വെച്ച് ഇനി കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്